സംഘത്തില് വള്ളം പൊട്ടിത്തെറിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതെനിക്ക് തോന്നുന്നു ചെറിയൊരു ബോംബ വെച്ചതൊന്നും, പക്ഷെ അത് പൊട്ടിത്തെറിച്ചിട്ട് ആ വള്ളം അങ്ങ് രണ്ടായി പോയിട്ട് ആ തുഴഞ്ഞ ആൾക്കാരൊക്കെ ആ കുട്ടനാട് കായലിൽ പോയിട്ട്, കായലല്ലേ അത് കുട്ടനാട്, അതിൻ്റെ അകത്ത് പോയിട്ട് അവരുടെ കുടുംബക്കാരൊക്കെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു. പക്ഷെ എല്ലാരും നീന്തി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്കും ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സീനില് മമ്മൂക്ക വലിയൊരു വള്ളം തുഴയാൻ നമ്മൾ ഈ താറാവിനെയൊക്കെ കൊണ്ടുനടക്കുന്നത് ഒതുമ്പ് വെള്ളമല്ലോ, ഇത് ബാലൻസ് ഉണ്ടാവില്ല, ഇത്രയുള്ള ആ വെള്ളം കാല് ജസ്റ്റ് നീട്ടി വെക്കാം. അപ്പൊ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ കൈവച്ച് ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഭയങ്കര പ്രഷർ, ഈ വെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കും, എന്നെ കൂടെ അടിച്ച് താഴത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞു. ഞാനിങ്ങനെ വെള്ളത്തിന്റെ അടി നിൽക്കുമ്പോൾ ഈ സാധനം മുകളിൽ കൂടെ പോണ കാണാം, വലിയ വെള്ളമല്ല, എത്ര 100 അടി എന്താണ് 100 അടിയുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ബ്ലേഡ് പോലെ ഇങ്ങനെ പോകും, അടിഭാഗം ഇങ്ങനെ ബ്ലേഡ് പോലെ ഇരിക്കണേ, പക്ഷെ നമ്മളിങ്ങനെ പുള്ള് ചെയ്തത്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതങ്ങ് പാസ് ചെയ്ത പോലെ ഞാനിങ്ങനെ പൊങ്ങി വന്ന്. നമുക്ക് പറയാൻ പഴക്കം പറഞ്ഞു, എന്താണ് നീ കാണിച്ചെന്നൊക്കെ പറഞ്ഞേ. അതായത് അങ്ങനെ ഒരു കൺസേൺ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ ഉണ്ടല്ലേ, അതായത് ഈ വലിയേട്ടൻ ഇമോഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരാളാണ്. അത് എനിക്കാണ് മമ്മൂക്കയോ അതെ മോഹൻലാലോ അതെ, അവര് ചെയ്യുന്ന വർക്കില് അവര് ബാക്കി എല്ലാരും ടേക്ക് കെയർ ചെയ്യും. ആ കൺസേൺ ഉണ്ട്. അവര് എല്ലാരും സേഫ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടണം എന്നൊക്കെ അവര് ശ്രദ്ധിക്കും.